ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നു. നമുക്ക് ആ ഗ്ലോ ഇല്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആകുമ്പോൾ തന്നെ അറിയാം നമുക്ക് റിങ്കിൾസ്, അതായത് പെട്ടെന്ന് തന്നെ, അതായത് നമുക്ക് മോയ്സ്ചർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, സ്കിന്നിന് നമ്മൾ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മോയ്സ്ചർ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരും. അതുപോലെ തന്നെ അതാണ് നമുക്ക് ആദ്യം ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങും. അത് പതുക്കെ അത് കൂടുതലാവും, പതുക്കെ അത് ചുളിവുകളാവും. പിന്നീട് നമ്മൾ സ്കിന്നിന് ഒരുപാട് ഡാമേജ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി കൊളോജൻ ട്രീറ്റ്മെൻ്റ് ആണ്, വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും കാണാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ വീഡിയോസ് നമ്മൾ ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തന്നെ മെസ്സേജ് വരും, മാം ഇത്രയും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് എന്താണോ, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൽ എടുക്കേണ്ടത് മാത്രം എടുക്കുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് സ്പെഷ്യലായിട്ട് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ആൻറ്റി ഏജിങ്, അല്ലെങ്കിൽ ഒരു 40+ ഉള്ളവരുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ല ഗ്ലോ ആകുമ്പോൾ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ഒരുപാട് സ്കിൻ തൂങ്ങിയിരിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി റിസൾട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും പറയും, നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും ശരി, എന്ത് ചെയ്താലും കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ 40+ എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളെല്ലാം നമ്മളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിരിക്കും. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 45 ഒരു 50 വയസ്സ്, അല്ലെങ്കിൽ ചില ആൾക്കാർ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുന്നത് ഞാൻ എന്താണെന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ഒരുപാട് വിഷമം, അയ്യോ എൻ്റെ സ്കിന്നിന് ഇത്രയും പ്രശ്നം വന്നല്ലോ, ഞാനൊന്ന് റെഡിയാക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴായിരിക്കും, മക്കളൊക്കെ ഒന്ന് വലുതായതിന് ശേഷമായിരിക്കും നമ്മളിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മാക്സിമം സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് റൂട്ടീൻ പ്രോപ്പറായിട്ട് ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ബേസിക് നീഡാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ ഡെയിലി കുളിക്കുന്ന എന്തിനാണ്, ഡെയിലി നമ്മളുടെ റൊട്ടീൻ ഉണ്ടല്ലോ, അതുപോലെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യണം. ഒരു 60-70 വയസ്സാകുമ്പോൾ നമ്മൾ വിചാരിക്കും ചുളിവുകളും പിഗ്മെൻറ്റേഷനും എന്താ പറയുക, ഇങ്ങനെയൊക്കെ റഫായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഏജ് നേച്ചറായിട്ട് അത് സംഭവിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, പ്രായമാകുമ്പോൾ ചുളിവ് വരണം എന്നാണല്ലോ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമ്മൾ അത്രയും നന്നായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പ്രോപ്പറായിട്ട് നിങ്ങളൊരു സ്കിൻ കെയർ, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനുള്ള ഒരു സ്കിൻ റൊട്ടീനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യുക, ഡയറ്റ് പ്രോപ്പറാക്കുക, കൊളോജൻ കൂടുതലെടുക്കുക, കൊളോജൻ സപ്ലിമെൻ്റ് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും നമ്മളുടെ റിസൾട്ട്. ഞാൻ ഇതിന് മുമ്പത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള റൊട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ട് 3 മാസം നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ആ ഒരു റിസൾട്ട് നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം സൊല്യൂഷൻ നമുക്ക് കാണാം. അപ്പോൾ ധൈര്യമായിട്ട്, കാരണം പലർക്കും അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമെന്ന്. പല ഡോക്ടേഴ്സിനും കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സിനെ കണ്ടിട്ടൊന്നും ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കി സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ ഹെൽത്തി ആക്കാനുമുള്ള കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള റൊട്ടീൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും അസുഖമൊന്നുമില്ല, നമ്മൾ ചെയ്യാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാൽ മതി. നമുക്ക് അസുഖമല്ല ഇത്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടും എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു റൊട്ടീൻ എന്താണ് എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എന്താണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളതും കറക്റ്റ് ഒരാൾ നിന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യുമല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. നമുക്കറിയാം, ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇത്രയും പ്രായത്തിലും എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കും. അവർക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു ഗൈഡുണ്ട്. കറക്റ്റ് അവരുടെ സ്കിൻ നോക്കിയിട്ട് അവർ സ്കിന്നിനനുസരിച്ച് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനും ഗൈഡ് ചെയ്യാനും ഉണ്ട്. അതുപോലൊരു ഗൈഡൻസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ നമ്മളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, മെസ്സേജ് ചെയ്യുക.
ദെൻ എന്താ പറയുക, നമ്മൾ 3 മാസത്തേക്ക് ഇപ്പോൾ നമ്മൾ 5,000 ഉള്ളൂ. അത് നമ്മൾ നെക്സ്റ്റ് മന്ത് കൂടുമ്പോൾ നമ്മളത് മാറും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്കിൻ എങ്ങനെയാണ് നാച്ചുറലായിട്ട് നമുക്ക് ഗ്ലോ കൊണ്ടുവരിക. അതും ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അടിപൊളിയായിട്ടൊരു റൊട്ടീൻ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാനത് വീണ്ടും പറയുകയാണ്, ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ ലൂസായിട്ടുള്ളവരും ഡ്രൈ ആയിട്ടുള്ളവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു 2 to 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഈ ഫ്ലാക്സ് സീഡ് പൊടിച്ച് മാറ്റുക. അതിലേക്ക് നമുക്ക് അലോവേറ ജെൽ 2 സ്പൂൺ കൊടുക്കുക. അലോവേറ ജെൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കേട്ടോ, വൈറ്റ് കളർ ആയിരിക്കണം. ഗ്രീൻ കളറുള്ളതൊന്നും എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിലേക്ക് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൗഡറും അലോവേറയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി നമ്മുടെ സ്കിന്നിനെ ഭയങ്കര മോയ്സ്ചർ ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അലോവേറ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയും സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ നമ്മുടെ അർഗൻ ഓയിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിക്കാം കേട്ടോ, പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ മേടിക്കാം. അതല്ല ഇനി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് വൈറ്റമിൻ ഇ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. വൈറ്റമിൻ ഇ ഓയിൽ എടുക്കുക. അപ്പോൾ അർഗൻ ഓയിൽ നമ്മൾ 1/2 ടീസ്പൂണാണ് വേണ്ടത്, അതും കൂടി എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ആൽമണ്ട് ഓയിൽ എടുക്കുക, 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ. അപ്പോൾ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ അർഗൻ ഓയിലോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അർഗൻ ഓയിലിന് പകരമായിട്ട് നമുക്ക് വൈറ്റമിൻ ഇ എടുക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ഒലിവ് ഓയിൽ എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇത് രണ്ടും കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ, സൂപ്പർബായിരിക്കും. അർഗൺ ഓയിൽ കിട്ടുവാണെങ്കിൽ അത് നമുക്കിപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുവാണെങ്കിൽ 1/2 ടീസ്പൂൺ അർഗൺ ഓയിൽ എടുക്കുക. ദെൻ 1/2 ടീസ്പൂൺ നമ്മളുടെ ആൽമണ്ട് ഓയിലും കൂടി എടുക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഗ്ലോ ആക്കും. മാത്രമല്ല സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്ത് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അടിപൊളി റിസൾട്ടാണ്, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഇവണായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു കുറച്ച് സമയം കൂടുതൽ വെച്ചോളൂ കേട്ടോ. 20 to 30 മിനിറ്റ് വരെ വയ്ക്കാം. നമ്മൾ സാധാരണ 20 മിനിറ്റാണ് പറയാറ്, ഇതൊരു 20 to 30 മിനിറ്റ്സ് വരെ വയ്ക്കാം. വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. ഇത് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ ഉറപ്പിലും റിസൾട്ടാണ്. നിങ്ങൾ ആ ഒരു തൂങ്ങിക്കിടക്കുന്ന പോലെ ഇരിക്കുന്നത്, ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഒത്തിരി പേരുടെ സ്കിൻ കാണുന്നതാണ് ഭയങ്കര റഫായിരിക്കുന്നതും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ്, സ്കിൻ കെയറും കൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തന്നെ നല്ല റിസൾട്ടായിരിക്കും. കാരണം സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ ബേസ് ഇല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് പറയുന്ന പോലെ ക്ലെൻസിങ് നിർബന്ധമായിട്ട് വേണം, ടോണർ നിർബന്ധം വേണം, മോയ്സ്ചർ ചെയ്യണം. ഏറ്റവും നമ്മളൊരു 40+ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിനെ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഹൈഡ്രേഷനാണ് വേണ്ടത്. ഇപ്പോൾ 40+ എന്ന് വെച്ചാൽ നമ്മളെല്ലാം 40+ആണ്. അപ്പോൾ നമ്മളുടെയൊക്കെ സ്കിന്ന് നമ്മൾ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് എപ്പോഴും കിട്ടും. നമുക്കെല്ലാം ഇഷ്ടമാണ് ഗ്ലോ വേണമെങ്കിലും. ഗ്ലോ എങ്ങനെ കിട്ടും? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട നല്ലപോലെ വെള്ളം കുടിക്കണം. ഇന്നർ മോയ്സ്ചർ വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഗ്ലോയ്ക്ക് വേണ്ടി നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഹൈഡ്രേഷൻ അതാണ് എപ്പോഴും ആവശ്യമില്ലാത്ത കെമിക്കൽ യൂസ് ചെയ്യരുത്. ഫൗണ്ടേഷൻ, അതുപോലെ വൈറ്റനിങ് ക്രീമുകൾ, അതുപോലെ എന്തെങ്കിലും CC ക്രീം, BB ക്രീം, എസ്പെഷ്യലി 40 കഴിഞ്ഞവർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്താൽ നമ്മുടെ സ്കിൻ രക്ഷപ്പെടും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ, ആവശ്യമില്ലാത്ത ക്രീമുകളെല്ലാം തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം മാത്രമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവൂ. ഇതെല്ലാം മൈൻഡിൽ വെക്കണം കേട്ടോ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുക. നൈറ്റ് കെയർ പ്രോപ്പറായിട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പാക്കുകൾ യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊന്നും വേണ്ട, അടിപൊളിയാണ്. കേൾക്കുമ്പോൾ ഇത്രയൊക്കെ തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കട്ടെ. അതുപോലെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് വേണം. നമുക്കും നമ്മളെയും പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യണം നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്നൊക്കെ ആഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക്
കാണാം. നിങ്ങളുടെ ഒരുപാട് കമൻസൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത് പേഴ്സണൽ നമ്മളുടെ ഗൈഡൻസിൽ ജോയിൻ ചെയ്ത് ഒരുപാട് റിസൾട്ട് കിട്ടിയവരും എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്, അത്രയും കൂടെ നിൽക്കുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിൽ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.